ഇനി നമ്മൾ അനീഷ് ദേവസിയിലേക്ക് പോവുകയാണ്, കോഴിക്കോടേക്ക്. അനീഷ്, ഇന്നലെ ഓൺലൈനിലായിരുന്നു രാഹുൽ ഗാന്ധി കോഴിക്കോട്ടെ UDFന്റെ റാലിയെ, പൊതുയോഗത്തെ അഭിസംബോധന ചെയ്തത്. അതിൽ മുഖ്യമന്ത്രിക്കെതിരെ, CPM-നെതിരെ, LDF-നെതിരെ ഒക്കെ കടന്നാക്രമണമായിരുന്നു. ഗോകുൽ ഡില്ല, ഗുഡ് മോർണിംഗ്. ഏതായാലും കോൺഗ്രസിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഔദ്യോഗികമായി ഇന്നലെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. കോഴിക്കോട് കടപ്പുറത്ത് ഇന്നലെ വൈകുന്നേരം 5 മണിയോടെ നടന്ന പൊതുസമ്മേളനം മല്ലികാർജ്ജുൻ ഖാർഗെ ഉദ്ഘാടനം ചെയ്തു. രാഹുൽ ഗാന്ധിയാണ് എത്തുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും ചില പ്രശ്നങ്ങൾ കൊണ്ട് അദ്ദേഹം ഇന്നലെ എത്തിയില്ല. ഓൺലൈനിലാണ് അദ്ദേഹം പ്രവർത്തകരോട് സംസാരിച്ചത്. ഏതായാലും വലിയ പദ്ധതികളാണ് ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ടീം UDF ആവിഷ്കരിച്ചിരിക്കുന്നത്. ഗ്യാരണ്ടി കാർഡ് രാഹുൽ ഗാന്ധി പുറത്തിറക്കുമെന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ ഇന്നലെ മല്ലികാർജ്ജുൻ ഖാർഗെ ഔദ്യോഗികമായി ഗ്യാരണ്ടി കാർഡിനെ കുറിച്ച് സംസാരിക്കുകയുണ്ടായി. പ്രധാനമായും ക്ഷേമ പെൻഷൻ 3000 രൂപയായി ഉയർത്തുക, അതുപോലെ തന്നെ സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര ഉറപ്പുവരുത്തുക, അതായത് യുവ സംരംഭകർക്ക് 5 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ ഉറപ്പാക്കുക, അതുപോലെ വിദ്യാർത്ഥികൾക്ക് 1000 രൂപ നൽകുക തുടങ്ങിയ വാഗ്ദാനങ്ങളാണ് ഇന്നലെ മല്ലികാർജ്ജുൻ പ്രഖ്യാപിച്ചത്. ഏതായാലും വോട്ടർമാരെ ലക്ഷ്യമിട്ട് വലിയ പദ്ധതികളാണ് കോൺഗ്രസ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇത്തവണ അധികാരം പിടിച്ചെടുക്കുക എന്നൊരു ലക്ഷ്യമാണ് കോൺഗ്രസിന് മുമ്പിലുള്ളത്. കാരണം 10 വർഷമായി പ്രതിപക്ഷത്താണ് ഇരിക്കുന്നത്. അതുകൊണ്ട് 10 വർഷമായി അധികാരത്തിലിരിക്കുന്ന ഒരു മുന്നണിയും 10 വർഷമായി പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു മുന്നണിയും തമ്മിൽ അതിശക്തമായ ഒരു പോരാട്ടമാണ് നടക്കുന്നത്. പ്രതിപക്ഷ നേതാവ് എപ്പോഴും പറയുന്ന പോലെ തന്നെ ടീം UDF അത് എല്ലാ മേഖലയിലും കാണാനുണ്ട്. ടീം UDFന്റെ ഒരു ഒത്തൊരുമയാണ് ഇന്നലെ കോഴിക്കോട് ബീച്ചിൽ കാണാനുണ്ടായിരുന്നത്. ഏകദേശം 2000 പേർക്കാണ് ഇന്നലെ കസേര ഇട്ടിരുന്നെങ്കിലും 5000-നും 10,000-നും ഇടയ്ക്ക് പ്രവർത്തകർ വന്നെന്നാണ് ഇന്നലെ പാർട്ടി നേതാക്കൾ തന്നെ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും രാഹുൽ ഗാന്ധി ഇന്നലെ എത്താൻ കഴിഞ്ഞില്ല. പകരം മല്ലികാർജ്ജുൻ ഖാർഗെയാണ് എത്തിയത്. രാഹുൽ ഗാന്ധി ഓൺലൈനിലൂടെ സംസാരിക്കുകയായിരുന്നു. പ്രധാനമായും സർക്കാരിനെതിരെ ഒരു കടന്നാക്രമണമാണ് രാഹുൽ ഗാന്ധി ഇന്നലെ നടത്തിയത്. പ്രധാനമായും ഈ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ഒരു 10 മണ്ഡലത്തിലെ ഡീൽ, അത് ഇന്നലെ രാഹുൽ ഗാന്ധിയും അതിനെക്കുറിച്ചൊരു പരാമർശം ഉണ്ടായി. അതായത് ഈ ലാവ്ലിൻ കേസ് 41 തവണ മാറ്റിവെച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് രാഹുൽ ഗാന്ധി ഇന്നലെ പറഞ്ഞത്. അതായത് മുഖ്യമന്ത്രിക്ക് ഇത്രയും പരിഗണന കേന്ദ്ര സർക്കാർ കൊടുക്കുന്നു എന്ന് പറയുന്ന അതിലൊരു ഡീലുണ്ട് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞു വെക്കുന്നത്. ഗോകുൽ ഡിൽന. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.